സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹീബ്രു ഭാഷയിലെ വളരെ ചെറിയൊരു പദമാണ്. ഒരക്ഷരം മാത്രമുള്ള വൗ എന്ന് പറയുന്ന ഒരു പദം. ഈ പദം ഹീബ്രു ഭാഷയിൽ ഒരു കൺജങ്ഷനാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, രണ്ട് വാക്കുകളെയോ രണ്ട് സെൻറ്റൻസുകളെയോ തമ്മിൽ യോജിപ്പിക്കുന്ന, കണക്ട് ചെയ്യുന്ന ഒരു പദം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു പദം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആകാശത്തെയും ഭൂമിയെയും കണക്ട് ചെയ്യുന്ന ഒരു പദം ആൻഡ്. വൗ എന്ന് പറഞ്ഞാൽ ആൻഡ് എന്നാണ് അർത്ഥം. മലയാളത്തിൽ നമ്മൾ ആകാശവും ഭൂമിയും എന്ന് പറയുന്നു. ഈ പദം ഒരു വലിയ സൂചന നൽകുന്നുണ്ട്. ഭൂമി എപ്പോഴും സ്വർഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം, കണക്ട് ചെയ്തിരിക്കണം എന്നൊരു സൂചന. ദിവസം മുഴുവനും നിങ്ങൾ ബിസിയല്ലേ? കുട്ടികളെ സ്കൂളിൽ വിടണം, ജോലിക്ക് പോകണം. എന്നാൽ രാത്രിയുടെ യാമങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തെ സ്വർഗവുമായിട്ട് കണക്ട് ചെയ്യാൻ മറക്കരുത്. 6 ദിവസവും പണിയെടുത്തോളൂ, എന്നാൽ 7-ാമത്തെ ദിവസം നിങ്ങളുടെ അധ്വാനത്തെ സ്വർഗവുമായിട്ട് കണക്ട് ചെയ്യാൻ മറക്കരുത്. ഞായറാഴ്ച കുർബാന മുടക്കാൻ പാടില്ല കേട്ടോ. ഈ സമൂഹത്തിൽ എത്രയോ ആൾക്കാരാണ് ഈ ഭൂമിയെ സ്വർഗവുമായിട്ട് കണക്ട് ചെയ്യുവാനായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കുടുംബത്തിലെ അപ്പൻ കുടുംബ പ്രാർത്ഥന തുടങ്ങുകയാണെങ്കിൽ ആ കുടുംബം എപ്പോഴും സ്വർഗവുമായിട്ട് കണക്ട് ചെയ്തിരിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഞായറാഴ്ച ബലിയർപ്പിക്കുന്ന ഒരു പുരോഹിതനെ? ഒരു ഇടവകയെ മുഴുവനും സ്വർഗവുമായിട്ട് കണക്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മളെല്ലാവരും ഭൂമിയെ സ്വർഗവുമായിട്ട് കണക്ട് ചെയ്യുവാനായിട്ട് പരിശ്രമിക്കുന്നവരാണ്. എന്നാൽ ഈ കണക്ഷൻ ആരാണ്? അത് ഈശോയാണ്. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്ത ഈശോ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കണക്ടറാണ്. നമുക്കും ഈശോയിൽ നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബങ്ങളെയും ഈ ഭൂമിയെ തന്നെയും സ്വർഗവുമായിട്ട് കണക്ട് ചെയ്യുവാനായിട്ട് പരിശ്രമിക്കാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നല്ല ദിനം ആശംസിക്കുന്നു.